ഹലോ മച്ചമാരെ, ഈസ്റ്റ് ന്യൂസിലേക്ക് സ്വാഗതം. ലോക ചാപ്റ്റർ 1ന്റെ പുതിയ ഒരു അപ്ഡേറ്റ് വരുന്നുവെന്ന് ദുൽഖർ സൽമാൻ അല്ലെങ്കിൽ വേഫെയർ ഫിലിംസ് ഇന്നലെ പ്രഖ്യാപിച്ചതാണ്. ഇന്ന് കൃത്യം 11:11 വരുമെന്ന് പറഞ്ഞു. പക്ഷേ എത്തിയത് 12:12 ആ ഒരു അപ്ഡേറ്റ് ഞെട്ടിക്കുന്ന സംഭവം തന്നെയായിരുന്നു. വേറെ ഒന്നുമല്ല, നമ്മൾക്ക് പലർക്കും ആകാംക്ഷ ഉണ്ടായിരുന്നു എന്തായിരിക്കും ഈ ഒരു അപ്ഡേറ്റ്. ഇനിയും UK-യിലൊക്കെ ഈ ടീം ഇന്ന് മുതൽ പോകുന്നുണ്ട്, അല്ലെങ്കിൽ 26-ാം തീയതി തൊട്ട് പോകുന്നു എന്നുള്ളൊരു വാർത്തയൊക്കെ കിട്ടു. അത് വല്ലതുമാണോ? അതൊന്നുമല്ല വന്നത്. ലോക ചാപ്റ്റർ 2ന്റെ അനൗൺസ്മെൻ്റ് ആയിരുന്നു എന്നുള്ളതാണ്. അതെ, ആ ഒരു അനൗൺസ്മെൻറ്റ് വെറും ഒരു അനൗൺസ്മെൻറ്റിലൂടെ വരികയല്ല, ഒരു ട്രെയിലർ കണക്കെയാണെങ്കിൽ വന്നത്. ദുൽഖറും അതേപോലെ ടൊവിനോയും ഒരുമിച്ചുള്ള ആ ഒരു സംഭാഷണങ്ങളും ആ ഒരു സീക്വൻസും ഒക്കെ കാണുമ്പോൾ അക്ഷരാർത്ഥത്തിൽ കോരിത്തെരിച്ചു പോവുകയാണ്. മലയാള സിനിമയ്ക്ക് ഇനി അങ്ങോട്ട് ഞെട്ടിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു സീരീസ് ആയിരിക്കാം ഈ ഒരു സിനിമ വരുന്നത്. മലയാളത്തിലെയും തമിഴിലെയും തെലുങ്കിലെയും ഹിന്ദിയിലെയും ഒക്കെ ഒട്ടുമിക്ക പ്രമുഖ താരങ്ങളും ഇതിനകത്തിൽ ഉണ്ടാകുമെന്ന് ഓൾറെഡി നമുക്കറിയാവുന്നതാണ്. പക്ഷേ ചാപ്റ്റർ 2ലെ നായകൻ ടോവിനോ ആണ്. ഇതിൽ രസകരമായിട്ട് തന്നെയാണ് കാര്യങ്ങൾ മുന്നോട്ടും കൊണ്ടുപോകുന്നത്. എന്താണെങ്കിലും ഈ ഒരു അപ്ഡേറ്റ് ഇച്ചിരി ലേറ്റായാലും അതൊരു ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന ആ ഫാഷനിൽ തന്നെയാണ് വന്നത്. അമ്മാതിരി കിടുക്കനായിട്ടുള്ള സംഭവം. ടോവിനോയും ദുൽഖറും തമ്മിലുള്ള ആ ഒരു കോമ്പിനേഷൻ അത് മിന്നിച്ചു. അതായത് ഒടിയനും ചാത്തനും തമ്മിലുള്ള സംഭാഷണവും അവരുടെ ലോകവും എല്ലാം കൂടെ രസകരമാക്കുന്നതാണ്. എന്തായാലും ഒരു കാര്യം ഉറപ്പിക്കാം, ഇത് ലോക ചാപ്റ്ററിന് വേണ്ടിയുള്ള കാത്തിരിപ്പാണ്. 2വിന് മാത്രമല്ല, 3ക്കും വേണ്ടിയുള്ള കാത്തിരിപ്പ് ഇതിൽ തന്നെ തുടങ്ങിയിട്ടുണ്ട്. ചാപ്റ്റർ 3യിൽ ദുൽഖർ നായകനായിട്ടാണെന്നുള്ളതും ഇതിനകത്തിലൂടെ എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്നു. എന്താണെങ്കിലും ചാപ്റ്റർ 2 വരുമ്പോൾ ഇതുവരെ കണ്ട ലോകയായിരിക്കില്ല എന്നുള്ളത് നമുക്ക് ഉറപ്പിക്കാം. ഇതുവരെ 300 കോടിക്ക് അടുത്തെത്തുന്ന ലോകയാണെങ്കിൽ ആദ്യ ദിനത്തിൽ 100 കോടിയും ആദ്യ വാരത്തിൽ ഒരുപക്ഷേ 300 കോടിയും നേടുന്ന ചിത്രമായി മാറും. കേരള തിയേറ്ററുകൾ മാത്രമല്ല, ഇന്ത്യൻ തിയേറ്ററുകളിൽ മുഴുവൻ പ്രകമ്പനം സൃഷ്ടിക്കും. വേൾഡ് വൈഡ് ആയിട്ട് ഈ സിനിമ ഞെട്ടിക്കുമെന്നുള്ളതിന് സംശയമില്ല. ഒറ്റ കാര്യം, സെയിം ക്വാളിറ്റി കീപ്പ് ചെയ്തു പോവുക, ഇതിന് മുകളിലേക്കുള്ള ക്വാളിറ്റി കൊണ്ടുവരിക, അത്രമാത്രം ചെയ്യേണ്ട കാര്യമേ ഉള്ളൂ. എന്താണെങ്കിലും ജനങ്ങൾ പൂർണ്ണമായും ഈ ഒരു സിനിമയുടെ സൈഡിലാണ്. വേറെ ഒന്നുമല്ല, ഇതുവരെ പല സിനിമകളും 1ഉം 2ഉം പാർട്ടൊക്കെ വന്ന് വെറുതെ ആളുകൾ കണ്ട് കുറച്ച് നാൾ കഴിയുമ്പോൾ ഇതായിരുന്നു എന്ന് പറയുന്നു. വലിയ വമ്പൻ താരങ്ങളുടെ ആകുമ്പോൾ ഇറങ്ങുമ്പോൾ പലർക്കും പേടി, കൊള്ളില്ല എന്ന് പറയാൻ ആ ഒരു ഗണത്തിലായിരുന്നു ഇതുവരെ നമ്മൾ കണ്ടത്. VFX 100 കോടിക്ക് മുടക്കി VFX എന്ന് പറഞ്ഞാൽ തട്ടുകടയിൽ നിന്ന്, പെട്ടിക്കടയിൽ നിന്നുമുള്ള തരത്തിലുള്ള VFX നമ്മൾ കണ്ടു. ഇവിടെ 30 കോടിക്ക് വന്ന ഈ ഒരു സിനിമ നമ്മളെ അക്ഷരാർത്ഥത്തിൽ എല്ലാം കൊണ്ടും ഞെട്ടിച്ചതാണ്. അപ്പോൾ ബഡ്ജറ്റോ കാര്യങ്ങളോ ഒന്നുമല്ല സാധാരണ പ്രേക്ഷകൻ നോക്കുന്നത്, നല്ല സംഭവം കിട്ടുക എന്നുള്ളത് തന്നെയാണ്. അങ്ങനെ ആ നല്ല സംഭവം നൽകുമെന്നുള്ള വിശ്വാസവുമാണ് ദുൽഖറിൽ നിന്നുള്ളത്. അതുതന്നെയാണ് ലോക ചാപ്റ്റർ 1ൻ്റെ വിജയം. ചാപ്റ്റർ 2 എത്തുമ്പോഴത്തേക്ക് അത് മലയാളത്തിലെ ആദ്യ 500 അതിന് മുകളിലേക്കുള്ള കോടികളോ നേടുന്ന സിനിമയാകും. പക്ഷേ ജനങ്ങളുടെ ഹൃദയത്തിൽ 150 രൂപ മുടക്കുമ്പോൾ അവന് ആ 150 രൂപയല്ല 300 രൂപയുടെ എഫക്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ അത് ആളിക്കത്തിക്കോളും. ലോക ചാപ്റ്റർ 1 തന്നതുപോലെ തന്നെ. അപ്പോൾ ഒരു കാര്യം ഉറപ്പിക്കുകയാണ്, വെൻ ലെജൻഡ് ചിൽസ് എന്ന് തന്നെയാണ് ഇവർ ക്യാപ്ഷൻ ഇട്ടെങ്കിൽ ആ രീതിയിൽ തന്നെ പോകും. മൂത്തോൻ്റെ കാര്യങ്ങളുമൊക്കെ ഈ സിനിമയിൽ പറയുന്നുണ്ട്. എന്താണെങ്കിലും ഇതിനതിൽ കൂടുതൽ മൂത്തോനും ഉണ്ടാകും എന്നുള്ളതാണ്. എന്താണെങ്കിലും മലയാളത്തിലെ മറ്റ് താരങ്ങളും അണിനിരക്കട്ടെ. ഇതൊരു മലയാളത്തിൻ്റെ ബ്രഹ്മാണ്ഡ സീരീസ് ആവട്ടെ. ഇതുവരെ തമിഴിലും തെലുങ്കിലുമൊക്കെ പല യൂണിവേഴ്സ് കൊണ്ടുവന്നവർ ഒന്ന് ഞെട്ടട്ടെ. ഇങ്ങനെയാണ് യൂണിവേഴ്സ് വേണ്ടത്. അതിനും മലയാളം തന്നെ ഇന്ത്യൻ സിനിമയിൽ ആദ്യ ചുവട് ഉറപ്പിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. എന്താണെങ്കിലും കണ്ടിടത്തോളം ഇത് വലിയ രീതിയിൽ ഇഷ്ടപ്പെടുന്നു. വല്ലാത്ത ലെവലിലുള്ള ഇഷ്ടം തോന്നിപ്പോകുന്നു. കാരണം മുത്തശ്ശി കഥകളിലൊക്കെ നമ്മൾ വളർന്ന ആ ഒരു കഥകളെല്ലാം ഇതിൽ നമുക്ക് കാണാൻ കഴിയുന്നു. നമ്മുടെ വീഡിയോസ് ഇഷ്ടമായി സപ്പോർട്ട് ചെയ്ത് തരണം.